ഹലോ, ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് ഒരു ചേമ്പലയിൽ എങ്ങനെയാണ് നമ്മുടെ അഡ്രസ്സ് നിലനിർത്തുന്നത് എന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യമായിട്ട് നമുക്കൊരു ചേമ്പലയാണ് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷമായിട്ട് കുറച്ച് നനഞ്ഞ മണ്ണ് നമ്മൾ എടുക്കുക. അത് ഇതുപോലെ കൈകൊണ്ട് തന്നെ ഒരുക്കിയെടുക്കുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടി ഒന്ന് അമർത്തണം. അപ്പോൾ ഈ ഇല നമുക്ക് ആ മണ്ണ് മുകളിലേക്ക് വെച്ചിട്ട് അരികുകളൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇതുപോലെ അരികുകളൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ആ ഇലയുടെ ഷേപ്പിലായിട്ട് നമുക്കിതുപോലെ മണ്ണുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ മണ്ണുകളൊക്കെ വൃത്തിയാക്കിയെടുത്തതിന് ശേഷം സൈഡിലുള്ള മണ്ണുകളൊക്കെ നമുക്ക് ഒരു ബ്രഷ് കൊണ്ട് തന്നെ തൂത്ത് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു ചേമ്പലയുടെ ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് സിമെൻറ്റും മണലുമാണ്. നമ്മളെ മുറ്റത്തുള്ള മണൽ തന്നെ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഒരു കപ്പ് മണലിന് 1/2 കപ്പ് സിമെൻറ്റ് എന്നുള്ള നിലയിലാണ് ഞാനിത് എടുക്കുന്നത്. അതൊരു ചട്ടിയിലേക്കിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ കുഴച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ടെടുത്ത് നമുക്ക് ആ ഇലയ്ക്ക് മുകളിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ ഇലയുടെ മുകളിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇല ഇളകാത്ത രീതിയിൽ മെല്ലെ തേച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നാലേ ഇതിനുള്ള ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ഇലയിൽ നമ്മുടെ അഡ്രസ്സ് നിലനിർത്തുന്നതെന്ന് കാണണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ സിമെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കൈവിരലുകൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അതിനുശേഷമായിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് എല്ലാ വശവും ഒന്ന് വൃത്തിയാക്കിയെടുക്കുക. ഏകദേശം 1/2 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ഇതിൽ സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലയുടെ തണ്ടഭാഗം പുറത്തേക്ക് നിൽക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. വളരെ ഈസിയായിട്ട് നിസ്സാരമായിട്ട് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണിത്. അതിനുശേഷമായിട്ട് ഈർക്കൽ കൊണ്ട് 4 സൈഡിലും ഒന്ന് വരച്ച് അരികുകളൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷമായിട്ട് ഈർക്കൽ കൊണ്ട് തന്നെ പുറം ഭാഗത്ത് ഇതുപോലെ കുറച്ച് വരകളിടുക. പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 1 ഇഞ്ച് കനത്തിലുള്ളൊരു PVC പൈപ്പാണ്. 1 ഇഞ്ച് കനത്തിലുള്ളൊരു PVC പൈപ്പ് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് അതിന് 4 ചുറ്റുമായി നമുക്ക് കുറച്ച് സിമെൻറ്റ് കൂടി തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ പൈപ്പ് കറക്റ്റ് ചെയ്ത് ഇലയുടെ തണ്ടഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ PVC പൈപ്പ് അവിടെ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് സിമെൻറ്റ് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷമായി ബ്രഷ് കൊണ്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് നമ്മൾ ചെയ്തെടുത്ത
അതിന് യോജിച്ച രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അതിനുശേഷമായിട്ടൊരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൈപ്പ് റിമൂവ് ചെയ്യാം. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പൈപ്പ് ഞാൻ റിമൂവ് ചെയ്തത്. അതിനുശേഷമായിട്ട് അത് ഉയർത്തി ഉള്ളിലുള്ള മണ്ണുകളൊക്കെ നമുക്ക് എടുത്ത് മാറ്റി വൃത്തിയാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ചേമ്പില ഏകദേശം ഈ പരുവത്തിലായിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് മാറ്റുമ്പോൾ ഇലയുടെ ഒരു പോർഷൻ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷമായിട്ട് നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷമായിട്ട് ഒരു ദിവസം നമ്മൾ വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ച് വെക്കേണ്ടതുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് താഴ്ത്തി ഒരു ദിവസം വെക്കണം. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളിതെടുത്ത് ഒരു സാൻഡ് പേപ്പർ കൊണ്ട് എമരി പേപ്പർ കൊണ്ടോ അരികളൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷമായിട്ട് ഒരല്പം സിമൻറ്റ് കുഴച്ചെടുത്ത് നമ്മുടെ ഷേപ്പില്ലാത്ത ഭാഗത്തൊക്കെ, ഷേപ്പ് കുറഞ്ഞ ഭാഗത്ത്, സിമൻറ്റ് ഇളകിപ്പോയ ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കിയെടുക്കാം. ഈ ബ്രഷ് കൊണ്ട് വലിയ ഉപയോഗമാണ് നമുക്കുള്ളത്. കാരണം നല്ലതുപോലെ വൃത്തിയാക്കി ഫിനിഷ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ബ്രഷ്. അതിനുശേഷമായിട്ട് കുറച്ച് സിമൻറ്റ് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തൂത്ത് കുറച്ചുകൂടി ഫിനിഷ് ചെയ്തെടുക്കാം. അതിനുശേഷമായിട്ട് വീണ്ടും കുറച്ച് സിമൻറ്റ് ഇതുപോലെ കുഴച്ചെടുത്തിട്ട്, മണ്ണുമായിട്ട് കുഴച്ചെടുത്തിട്ട് അതിൻ്റെ രണ്ട് വശത്തായിട്ട് ഒരു 1/4 ഇഞ്ച് കനത്തിൽ തേച്ച് പിടിപ്പിക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതുപോലെ ഒരു 1/4 ഇഞ്ച് കനത്തിൽ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ ഈ ആകൃതിയിൽ സിമൻറ്റ് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷമായിട്ട് നമുക്ക് ഇതിന് നമ്മുടെ പേര് എഴുതി ചേർക്കാം. അപ്പോൾ ഏകദേശം ഇത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് നമ്മുടെ വീട്ടിൻ്റെ അഡ്രസ്സ് എഴുതുന്ന, അതാണ് ചേമ്പല കൊണ്ട് എങ്ങനെ അഡ്രസ്സ് നിലനിർത്താമെന്ന് ഞാൻ ടൈറ്റിൽ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് ഏതാണ്, നമ്മുടെ പേര്, ഗൃഹനാഥൻ്റെ പേര്, അഡ്രസ്സും വീട്ടു നമ്പർ ഉണ്ടെങ്കിൽ ആ വീട്ടു നമ്പറും നമുക്ക് ഇതിനകത്ത് എഴുതി ചേർക്കാം. അപ്പോൾ പേരാണ് ഇതിനകത്ത് എഴുതുന്നത് ഒരു സൈഡിൽ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അഡ്രസ്സ് എഴുതാം. അതിന് നടുക്കായിട്ട് നമുക്ക് വീട്ടിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ ഇങ്ങനെ എഴുതുന്നത് കൂടി കാണിക്കാം. അപ്പോൾ സിമെൻറ്റിനകത്ത് തന്നെ ഒരു ഈർക്കൽ കൊണ്ട് ഞാൻ വരച്ചെടുക്കുകയാണ്. ഈർക്കൽ കൊണ്ട് സിമെൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത്. ഈർക്കൽ കൊണ്ട് തന്നെ നമ്മൾ കുഴിച്ച് ഒരു പേരാക്കി എടുക്കുകയാണ്. അതിനുശേഷമായിട്ട് ബ്രഷ് കൊണ്ട് ഒന്ന് ഫിനിഷ് ചെയ്യുക. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും 1/4 ഇഞ്ച് കനത്തിൽ സിമൻറ്റ് തേച്ചെടുക്കുക. ഇതുപോലെ ഈ ആകൃതിയിൽ നമുക്ക് സിമൻറ്റ് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷമായിട്ട് അവിടെ നിങ്ങൾക്ക് എഴുതാനുള്ള ഏത് അഡ്രസ്സാണോ ആ അഡ്രസ്സ് എഴുതാം. വീട്ടിൻ്റെ പേരോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരോ എഴുതി പിടിപ്പിക്കാം.
കൂടുതൽ പേടുകളുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഏരിയയിൽ സിമൻറ്റ് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതുപോലെ നമുക്ക് എഴുതാം. അതിനുശേഷമായിട്ട് നമ്മൾ വീടിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് സിമൻറ്റ് തേച്ചിട്ട് അതിൽ നിന്നും ഉള്ളിലുള്ള സിമൻറ്റ് അടർത്തിയെടുത്ത് ഇതുപോലെ ഏത് നമ്പറാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ നമ്മൾ ചെയ്തെടുക്കുക. ഞാനിവിടെ 8 എന്നുള്ള അക്കമാണ് ചെയ്യുന്നത്. അതിന് ഈ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിനകത്ത് അവലംബിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ബ്രഷ് കൊണ്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിനാവശ്യമുള്ള പെയിൻറ്റ് നമുക്ക് ഏതാണ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമുള്ള പെയിൻറ്റിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഗ്രീനും ലൈറ്റ് ബ്ലൂവും ഒരു വൈറ്റ് കളറുമാണ് ഇതിനകത്ത് അടിച്ചെടുക്കുന്നത്. അത് ഏതാണെന്ന് കൂടി നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ സിമെൻറ്റിൽ ഈ പേര് കൊത്തിയെടുത്ത ഭാഗത്ത് ഉള്ളിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആ പേര് കുറച്ചുകൂടി നല്ലതുപോലെ തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ്. അതിന് ഈ കുഴിയിൽ നമ്മൾ പേര് കൊത്തിയെടുത്ത കുഴിയിൽ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഏതെങ്കിലുമൊക്കെ ഭാഗം ഫിനിഷിങ് കുറവുണ്ടെങ്കിൽ വൃത്തിയാക്കുക. ശേഷം ഒരു ഗ്രീൻ കളർ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ബ്ലൂവും യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തെടുത്താൽ ഇതുപോലെ ഗ്രീൻ കളർ കിട്ടുന്നതായിരിക്കും. അതല്ലാതെ ഗ്രീൻ കളർ മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ലൈറ്റ് ബ്ലൂവും യെല്ലോയും കൂടി മിക്സ് ചെയ്തെടുത്തത്. അതിനുശേഷമായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കുഴി കാണുന്ന ഭാഗത്ത് ഒരു ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലതുപോലെ വ്യക്തമായിട്ട് പേരുകൾ കാണാൻ കഴിയുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷമായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കൂടി ഞാൻ ഈ അക്ഷരത്തിൽ അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. സൈഡിലായിട്ട് നമുക്കൊരു വൈറ്റ് കളർ ഇതുപോലെ വരച്ചു കൊടുക്കാം. റൈറ്റിംഗ് ബ്രഷ് കൊണ്ട് ഇതുപോലെ സൈഡിൽ വൈറ്റ് കളർ വരച്ച് കൊടുത്താൽ കൂടുതൽ ഭംഗിയായിരിക്കും. പിന്നെ ഇതിന് ശേഷം നമുക്ക് വേണ്ടുള്ളത് ഇത് നമുക്കൊരു സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടുന്നത് ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 1 ഇഞ്ച് തന്നെ പൈപ്പ്, നമ്മൾ നേരത്തെ കാണിച്ച പോലെ 1 ഇഞ്ച് പൈപ്പ് വെച്ച് നമ്മളവിടെ ഒരു ഹോളുണ്ടാക്കി ഇപ്പോൾ ഹോൾ സെറ്റാവുന്ന രീതിയിലുള്ള 1 ഇഞ്ച് പൈപ്പാണ് ഇതിനെടുക്കുന്നത്. 1 ഇഞ്ച് പൈപ്പും ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിലെടുത്ത് അതിനൊരു 1 ഇഞ്ച് എൽബോയും കൂടി നമ്മൾ ഇതിനകത്ത് എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 2 നീളത്തിലെടുത്ത് ഇതുപോലെ ആ ഹോളിലേക്ക് തിരികെ കയറ്റാം. തിരികെ കയറ്റിയതിന് ശേഷം 1 ഇഞ്ചിൻ്റെ എൽബോ ഇതിനാവശ്യമുണ്ട്. ആ 1 ഇഞ്ച് പൈപ്പിലേക്ക് നമ്മളിതുപോലെ കയറ്റുക. അതിന് ശേഷമായിട്ട് നേരത്തെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചത് 2 ക്ലാമ്പുണ്ട്. 1 ഇഞ്ചിൻ്റെ 2 ക്ലാമ്പ് ആണിയടിച്ച് മേലിൽ ഇതുപോലെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നേരത്തെ. അതിലേക്ക് നമ്മൾ ഇതിടുക. അതിനുശേഷം ഇത് മെല്ലെ തിരികെ അതിനകത്ത് കയറ്റി വെക്കാം. ഇതല്ലാതെ നമുക്ക് ആണിയടിച്ചും അല്ലാതെ കയറ്റി വെക്കാവുന്നതാണ്.
ഇത് വേറൊരു മോഡലും കൂടി ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ലളിതമായ മോഡലാണ്. ഇത് പെയിൻറ്റ് കൊണ്ട് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്.